രണ്ടു നേരവും നനച്ചു കൊടുക്കാനായിട്ട് വെള്ളമുണ്ടെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ് വേനൽക്കാലം. കുറച്ച് ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ ഈ വേനൽ ചൂടിലും ചെടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാം. ചെടിയുടെ ചുവട്ടിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ചൂട് കൂടുന്തോറും മണ്ണ് വേഗത്തിൽ വരണ്ടുണങ്ങിപ്പോകും. ഇതിനുള്ള പരിഹാരമാണ് പുതയിടൽ. കരിയില, വൈക്കോൽ, ഉണങ്ങിയ പുല്ല് അങ്ങനെ ലഭ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് പുതയിട്ടാൽ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും ചൂട് കുറയ്ക്കാനായിട്ടും സഹായിക്കും. രാവിലെ വെയിൽ വരുന്നതിന് മുൻപും വൈകിട്ട് വെയിലിന് ശേഷവും 2 നേരം നന കൊടുക്കണം. കരിയിലയിട്ട് പുതയിടുമ്പോൾ ചെടികളുടെ ചോട്ടിൽ മാത്രം ഇട്ട് കൊടുക്കാൻ നോക്കണം. പറമ്പ് നിറയെ കരിയിലയാണെങ്കിൽ തണുപ്പ് തേടി പാമ്പും മറ്റിട ജന്തുക്കളും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ നടാം? ഈ വേനൽ സമയത്ത് വെള്ളരി, മത്തൻ, പടവലം, പാവൽ, പയർ, പീച്ചിൽ, കുമ്പളം, ചുരയ്ക്ക എന്നിവയും പിന്നെ വഴുതന, തക്കാളി, പച്ചമുളക്, ചീരയൊക്കെ 2 നേരം നന കൊടുത്താൽ നല്ലതുപോലെ വളരുവേ. വെണ്ട ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും. ഈർപ്പം നിലനിർത്തി കൃത്യമായിട്ട് നന കൊടുത്താൽ മികച്ച വിളവും കിട്ടും. പലതരത്തിലുള്ള വഴുതനയുണ്ട്. ഒരു തവണ നട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ദീർഘകാലം വിളവ് തരുന്ന പച്ചക്കറിയാണ് വഴുതന. നമ്മൾ ചെടി നട്ട് വളർത്തിക്കഴിഞ്ഞ് ആദ്യം നേരിടുന്ന പ്രശ്നമാണ് കീടശല്യം. പ്രത്യേകിച്ച് വേനൽ സമയത്ത് കീടശല്യം അല്പം കൂടുതലായിരിക്കും. ഉയർന്ന ചൂടും വരൾച്ചയും കാരണം നീരൊറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം കൂടുന്ന സമയമാണിത്. ഒരു സ്ഥലത്ത് ഒരേ തരം ചെടികൾ നടാതെ വിളകൾ മാറ്റി മാറ്റി നടാൻ നോക്കാം. വേപ്പധിഷ്ഠിത കീടനാശിനികൾ 10 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാം. പയർ ചെടിയിലെ മുഞ്ഞ, മുളകിലെ വെള്ളീച്ച, ഇലപ്പേൻ, വെള്ളേരി വർഗ്ഗങ്ങളിലെ ആമവണ്ട് ഇവയ്ക്കെതിരെ കൃത്യമായ ഇടവേളകളിൽ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചു നോക്കാം. മത്തി ശർക്കര ലായനി അഥവാ ഫിഷ് അമിനോ ആസിഡ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചു കൊടുക്കാം. പിന്നെ നേർപ്പിച്ച കഞ്ഞിവെള്ളം നല്ലതാണ്. ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കീടബാധയുള്ള ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബിവേറിയ ഒരു കീടനാശിനിയല്ല, മിത്രകുമിളാണ്. ഇത് കീടങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവയെ നശിപ്പിക്കും. ചെടികളിൽ കീടബാധ തുടങ്ങുന്നതിന് മുൻപേ ബിവേറിയൊക്കെ പ്രയോഗിച്ചു തുടങ്ങാം. ഈ ജൈവ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ ഒറ്റത്തവണ ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ ഫലം കിട്ടത്തില്ല. കൃത്യമായ ഇടവേളകളിൽ വീണ്ടും ചെയ്തു കൊടുക്കണം. ചെടികളിൽ പിന്നെ എന്ത് തന്നെ പ്രയോഗിച്ചാലും വൈകുന്നേര സമയങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. പച്ചക്കറികളുടെ കൂടെ ഇടവിളയായി ബന്ദി, തുളസി എന്നിവ നടുന്നതും കീടശല്യം കുറക്കാനായിട്ട് സഹായിക്കും. വളപ്രയോഗം. വേനൽക്കാലത്ത് രാസവളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. പകരം ജൈവ വളങ്ങളായ കടലപ്പിണ്ണാക്ക്, ജീവാമൃതം, കമ്പോസ്റ്റ്, ജൈവ സ്ലറി, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ചാണകപ്പൊടി എന്നിവ ചെടികൾക്ക് കൊടുക്കാം. ഇതിൽ ഉണക്ക ചാണകപ്പൊടി, കമ്പോസ്റ്റ് എന്നിവ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ജൈവവളവുമാണ്. കൂടാതെ മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താനും സഹായിക്കും. വേനലിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അത്ര തന്നെ വെള്ളം ചേർത്ത് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്ത് 3-4 ദിവസം അടച്ചു വെച്ച ശേഷം അതിൻ്റെ തെളിവ് വെള്ളം എടുത്ത് ഇരട്ടിയിലധികം വെള്ളം ചേർത്ത് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാം. നേരിട്ടൊഴിച്ചു കൊടുക്കരുത്. വൈകുന്നേര സമയങ്ങളിൽ ഉണങ്ങിയിരിക്കുന്ന മണ്ണൊന്ന് നനച്ച് ചുവട്ടിൽ നിന്ന് മാറ്റി വളം ചേർത്ത് കൊടുക്കാം. അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്ക് ഇത്തരത്തിൽ ശ്രദ്ധയും പരിചരണവും ഒക്കെ കൊടുത്താൽ ഈ വേനലിലും ആ പച്ചപ്പ് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.